ഐശ്വര്യപൂർണമായ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പുതിയൊരു പ്രഭാതത്തിലേക്ക് കൂടി നമ്മെ ഉണർത്തിയ സർവശക്തിന് നന്ദി. സോൾ മാസ്റ്റർ ഷൈൻ മുഹമ്മദ് സാർ നയിക്കുന്ന മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാജിക് മോർണിംഗ് ട്രാവൽ എന്ന അത്ഭുതകരമായ യാത്രയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ലോകത്തെ എല്ലാ മനുഷ്യർക്കും അവരുടെ മനസ്സിന് അത്ഭുതകരമായ കഴിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്നവർ വളരെ വിരളമാണ്. കേവലം 5% ആളുകൾ മാത്രമേ ആ മനസ്സിനെ ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള സമാധാനം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ നേടിയെടുക്കുന്നുള്ളൂ. ഇത് നേടിയെടുക്കുന്നതിനുള്ള അത്ഭുതകരമായ ഒരു യാത്ര ബഹുമാനപ്പെട്ട ഷൈൻ മുഹമ്മദ് സാർ ഡിസൈൻ ചെയ്ത ആ യാത്ര നമ്മൾ ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും അതിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ജനിക്കുമ്പോൾ ഒരു മനുഷ്യന് അത്ഭുതകരമായ കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ചുറ്റുപാട്, നമ്മളെ പരിസരം, നമ്മൾ ഇടപെടുന്ന ആളുകൾ, നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ, ഇവരിൽ നിന്നൊക്കെ ആർജിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്നു. അങ്ങനെ ജീവിതകാലം കുറേ കാലം കഴിയുന്നതോടുകൂടി നമ്മുടെ മനസ്സിനെ ക്ലാവ് പിടിച്ച പോലെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിലേക്ക് എത്തിപ്പെടുന്നു. ആ മനസ്സിനെ വിമലീകരിക്കാൻ, ആ മനസ്സിനെ നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും? ആ യാത്രയാണ് ദ മിറക്കിൾ മോർണിംഗ് ട്രാവൽ. യെസ്, ഇറ്റ് ഈസ് എ ട്രാവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ പലതും ആഗ്രഹിച്ചിട്ട് പലതും നടക്കുന്നില്ല. പല ക്ലാസ്സും കേട്ടു, പല സ്ഥലങ്ങളിലും സമീപിച്ചു, പല പുസ്തകങ്ങൾ വായിച്ചു, പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ധാരാളം പുസ്തകങ്ങൾ വായിച്ചു. പക്ഷേ മനസ്സിൻ്റെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് വേണ്ടത് നേടിയെടുക്കാനുള്ള കഴിവ് എവിടെയോ ഒരു ബ്ലോക്ക് സംഭവിക്കുന്നു. ആ ബ്ലോക്കിനെ തീർക്കുന്ന യാത്രയാണ് നമ്മൾ ഇന്നിവിടെ തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം കൺഫ്യൂഷൻ ടു ക്ലാരിറ്റി, ബോണ്ടേജ് ടു ഫ്രീഡം. ഫ്രീഡത്തിലേക്കുള്ളൊരു യാത്ര, മനസ്സിനെ ശുദ്ധീകരിക്കുന്നൊരു യാത്ര. ഫ്രം ഇംപ്യൂരിറ്റീസ് ടു പ്യൂരിറ്റി. ആ യാത്രയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ല യാത്രയാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ ക്ലാസ്സുകൾ കേട്ടിട്ടും ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും വായിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റം വരാത്തത്? കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ ഉദ്ദേശിക്കുന്ന മാറ്റത്തിലേക്ക് എന്തുകൊണ്ടാണ് വരാൻ പറ്റാത്തത്? അതിൻ്റെ 1-2 കാരണങ്ങൾ. ഒന്ന്, ശരിയായ അറിവ്, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ശരിയായ അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആ ശരിയായ അറിവ് ലഭിക്കാത്തത്? ഞാനൊരു കഥ പറയാം. ഖാജ മുഹിയുദ്ദീൻ, നമ്മുടെ ഖാജ പ്രസിദ്ധമായ ഫിലോസഫറാണ്. അദ്ദേഹം വളരെ പണ്ഡിതനാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിവരമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ആരെയും ഒന്നും പഠിപ്പിക്കാറുണ്ടായിരുന്നില്ല, ആർക്കും വിവരം കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കരമായ ക്രിട്ടിസൈസ് ചെയ്തു, വിമർശിച്ചു ആളുകൾ. ഖാജ, നിങ്ങളിങ്ങനെ ബുദ്ധിജീവിയാണ്, നിങ്ങൾക്ക് ഒരുപാട് വിവരമുണ്ട്, നിങ്ങളെല്ലാവരേക്കും ഉപദേശം നൽകുന്നു, നിങ്ങളെല്ലാം കാണുന്നു,
പക്ഷെ നിങ്ങൾ ഒരു കുട്ടിയെ പോലും പഠിപ്പിച്ച് നിങ്ങളെപ്പോലെ ആക്കി എടുക്കുന്നില്ല. അപ്പൊ ഖാജ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാറില്ല. അപ്പോൾ ആളുകൾ വീണ്ടും വിമർശിച്ചു, പിന്നെ എന്തിനാണ് ഇയാളെ കൊണ്ട് കാര്യം? ഇങ്ങനെ ഒരു താടിയും വെച്ചൊരു മനുഷ്യൻ വിവരം ഉണ്ടായിട്ട് ആർക്കെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ കേട്ട കഥയായിരിക്കും, കേട്ടവർ ക്ഷമിക്കും. അപ്പോൾ ഖാജ പറഞ്ഞു, അനവധി വിമർശനങ്ങൾ ഏറ്റപ്പം ഖാജ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാം. എൻ്റെ അടുത്തുനിന്ന് വിവരം ആർജിക്കണമെന്നുള്ളവർ ഇന്ന ദിവസം എൻ്റെ വീട്ടിൽ വരിക. അന്ന് ഗുരുകുല സമ്പ്രദായമാണ്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ ദിവസം 100ഓളം ആളുകൾ നാടിൻ്റെ പുറത്തുനിന്നും നാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒത്തുകൂടി. ഖാജ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷം, ശരിയായ വിവരം കിട്ടുമല്ലോ. ഇങ്ങനെ 100ഓളം ആളുകൾ കൂടിയപ്പോൾ അങ്ങനെ ആ വേദി ഒരുങ്ങി. ഖാജ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹാളിലേക്ക് പ്രവേശിച്ചു. ഖാജ ചോദിച്ചു ഇവരോട്, നിങ്ങളിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. സാധാരണ രീതിയിൽ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ആൾക്കാരൊന്നും മിണ്ടൂലല്ലോ, അത് വേറൊരു കാര്യം. ഇവിടെ ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ മറുപടി ഒന്നും കിട്ടില്ല, ഇപ്പോൾ അൺമ്യൂട്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഖാജ ചോദിച്ചു, നിങ്ങളിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഖാജ പറഞ്ഞു, വിവരമുള്ളവരൊന്ന് കൈകൊക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരും കൈകൊക്കിയില്ല. അപ്പോൾ ഖാജ പറഞ്ഞു, ഈ വിവരമില്ലാത്ത നിങ്ങളെ ഞാൻ എന്ത് പഠിപ്പിക്കാനാണ്? വിവരമില്ലാത്ത നിങ്ങളെയാണോ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ ആളുകൾ ചിലരൊക്കെ പറഞ്ഞു, ഞങ്ങൾ പഠിക്കാനല്ലേ വന്നത്, വിവരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ തമ്മിൽ പറഞ്ഞു നോക്കി. ഖാജ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ആൾക്കാരിങ്ങനെ ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഖാജ മനസ്സിലാക്കി. ഖാജ പറഞ്ഞു, എൻ്റെ അടുത്ത് പഠിക്കണം എന്നുള്ളവർ 2 മാസം കഴിഞ്ഞ് ഇന്ന ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. വളരെ ദൂരത്തു നിന്നൊക്കെ കഷ്ടപ്പെട്ട് വന്നവർ, രാവിലെ എണീറ്റ് വന്നവർ, അവരൊക്കെ ഉണ്ട്. അവരൊക്കെ മടങ്ങിപ്പോയി. 2 മാസം കഴിഞ്ഞ് വീണ്ടും ഈ ആളുകൾ കുറച്ച് പേര് ഒത്തുകൂടി. അപ്പോൾ 100 പേരുണ്ടായിരുന്നില്ല. അന്ന് ഖാജ ചോദിച്ചു, നിങ്ങളിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിവരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഖാജ പറഞ്ഞു, നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യം എന്തിനാണ്? വിവരം ഉണ്ടെങ്കിൽ പിന്നെ എന്നെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് വിവരമുള്ളവരല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താണ്, എന്താ ഇയാൾ ഇങ്ങനെ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, ഇപ്പം എങ്ങനെ പറയുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ സംസാരിക്കുന്നു. ഖാജ പറഞ്ഞു, ചുരുക്കി പറയാണ് കഥ. ഖാജ പറഞ്ഞു, എൻ്റെ അടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇനി 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 4 മാസമായി. ദൂരത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ, ഒരു ദിവസം ഇതിനായിട്ട് വരുന്ന ആളുകൾ, ഇവർ വീണ്ടും മടങ്ങിപ്പോയി. 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. അന്നും ആളുകൾ ഒത്തുകൂടി. പക്ഷെ അന്ന് ആളുകൾ കുറച്ചും കൂടെ കുറഞ്ഞു. പക്ഷേ ഈ വന്ന ആളുകൾ 2-3 പ്രാവശ്യം കണ്ടതുകൊണ്ട് പരസ്പരം ഏകദേശം പരിചയമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവരൊക്കെ ഇരുന്ന് സംസാരിച്ചു, ഇവർ ചർച്ച ചെയ്തു, വട്ടം കൂടി, ഖാജക്കെതിരെ ഇവർ സംഘടിച്ചു. ഇതെന്താ ഇയാൾ ഇങ്ങനെ നമ്മളെ ഇതാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞു. അന്നും ഖാജ വന്നിരുന്നു. ഖാജ ചോദിച്ചു. അപ്പം ഇവർ തീരുമാനമെടുത്തു, ഈ വന്ന ആളുകൾ തമ്മിൽ പരിചയമുണ്ടല്ലോ, അവർ പറഞ്ഞു, ഇനി ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തിരിക്കുന്ന ആളുകൾ വിവരമുണ്ട് എന്ന് പറയണം, ഞങ്ങൾ വിവരമില്ല എന്നും പറയും. അങ്ങനെ ഒരു സെറ്റായി. അങ്ങനെ ഖാജ വന്ന് ചോദിച്ചു, നിങ്ങളിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഭാഗത്തിരിക്കുന്ന ആൾക്ക് ഞങ്ങൾക്കെല്ലാം വിവരമുണ്ട് എന്ന് പറഞ്ഞു. മറ്റേ ഭാഗത്തിരിക്കുന്ന ആൾക്ക് ഞങ്ങൾക്കൊന്നും വിവരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഖാജ പറഞ്ഞു, എന്നാൽ ഈ വിവരമുള്ളങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ വിവരമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, എൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഈ വിവരമുള്ള ആളുകൾ വിവരമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോ. അപ്പോൾ ആൾക്കാർ കുറേ വയലൻ്റായി. ഭ്രാന്തനാണ്, പിടിക്കയാളെ വിടാൻ പറ്റൂല, അടിക്കയാളെന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ കൂടി. ഖാജ പറഞ്ഞു, എൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇനി 3 മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് വന്നത് കേവലം 5 ആൾക്കാരാണ്. അപ്പം ഇത് സംഘടിപ്പിച്ച സംഘാടകരും മറ്റുള്ളവരൊക്കെ അവിടെ ഇവിടെ ഒന്ന് മുറുറുക്കാൻ തുടങ്ങി. 100 ആളുകൾ വന്നതാണ്. ഇയാളുടെ ഒരു കാര്യം, ഇപ്പം ആകെ 5 പേരാണുള്ളത്. ഖാജയോട് ചോദിച്ചു, എന്താ ഖാജ നിങ്ങളിങ്ങനെ, ഈ 100 പേര് വന്നിരുന്ന സ്ഥലത്ത് ഇപ്പം ആകെ 5 പേരാണുള്ളത്. അപ്പം ഖാജ പറഞ്ഞു, യഥാർത്ഥ വിവരം
ലഭിക്കണമെന്നുള്ളവൻ അതിൻ്റെ പുറകിൽ കഷ്ടപ്പാട് സഹിച്ചു വരും. അവനെ അവിടെ എത്തിപ്പെടും. അതല്ലാതെ വന്നു കൂടുന്ന ആളുകൾ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് എത്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന ആളുകൾക്ക് വിവരം ഉണ്ടാവില്ല. അവരിങ്ങനെ പല സ്ഥലത്ത് എത്തി നോക്കി ഒന്നാമത്തെ പ്രാവശ്യം പോയി അവർ അതിന് പിന്തിരിയും. അപ്പം അതിലേക്ക് ഡെഡിക്കേറ്റഡായി മനസ്സ് ശ്രദ്ധിച്ച് കഷ്ടപ്പാടുണ്ട്. രാവിലെ 6 മണിക്ക് ഇവിടെ വെബിനാറിൽ പങ്കെടുക്കണമെങ്കിൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി 5 മണിക്ക് എണീക്കണ്ടേ? സുഖമായി കടന്നുറങ്ങുന്ന സമയമല്ലേ? അപ്പം യഥാർത്ഥ വിവരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങളോടെ മുന്നോട്ട് പോകണം. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ജേണി. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നിങ്ങളുടെ മനസ്സിന് എല്ലാ കഴിവുമുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് എംപവർ ചെയ്യാൻ പറ്റും. ആത്മാവിൻ്റെ എംപവർമെൻറ്റ് സംഭവിക്കുന്നതോടുകൂടി നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് മരിച്ച സൂഫി വൈദ്യന്മാർ, ഔലിയാക്കള്, സന്യാസിമാർ, ഗൗതമ ബുദ്ധൻ പോലുള്ള ആളുകളെ ഒരു ലെവലിലേക്ക് ഉയരും. ആ സോളിനെ ആ ലെവലിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി മനസ്സിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള പരിശീലനമാണ് ഷൈൻ മുഹമ്മദ് സാർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനാണ് ആ ഗ്രേറ്റ് ജേണിക്കാണ് ജേണി ഓഫ് ട്രാൻസ്ഫറിങ് ബോണ്ടേജ് ടു ഫ്രീഡം, എ ട്രാൻസ്ഫോർമേഷൻ ജേണി. ആ ജേണി ഇറ്റ് ഈസ് സിമ്പിൾ ബട്ട് ഇറ്റ് നീഡ് ഫോക്കസ്, അറ്റൻഷൻ, ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്, ബ്ലാങ്ക് മനസ്സ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഷാജിയുടെ ആ കഥയിൽ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻ്റായി ഇതിൻ്റെ പുറകിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അതിന് സാധ്യമാകുന്നത്. ആ ജേണിയുടെ ഒരു തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സോൾ മാസ്റ്റർ ഷൈൻ മുഹമ്മദ് സാറെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ, വെൽക്കം സർ. നൗ ഇറ്റ് ഈസ് യുവർ പ്ലാറ്റ്ഫോം. താങ്ക് യു സോ മച്ച് ഹൈദരലി സാർ. താങ്ക് യു സോ മച്ച്. സൂപ്പർ ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഏറ്റവും സൂപ്പർ ഇൻട്രൊഡക്ഷൻ. എല്ലാരും കേട്ടല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ എത്ര പേർക്ക് വിവരമുണ്ട്? നമുക്കിപ്പൊ തന്നെ പരിപാടി പിരിച്ചുവിട്ടേക്കാം അല്ലേ? എത്ര പേർക്ക് വിവരമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പൊ തന്നെ പരിപാടി പിരിച്ചുവിട്ടേക്കാം. ഇനിയിപ്പോ ആരും പറയൂല വിവരം ഉണ്ടെന്നും പറയൂല, വിവരം ഇല്ലെന്നും പറയൂല. ഹൈദരലി സാറ് പറഞ്ഞതാണ് ഇതിന്റെ കാമ്പ്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലയിടത്തും അലഞ്ഞു. എനിക്കറിയാം, ഇതിലിരിക്കുന്ന എല്ലാവരും തന്നെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ മാറി പരീക്ഷിച്ചിട്ടുണ്ട്. പലയിടത്തും പോയിട്ടും പൂർണ്ണമായും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പലർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ തുടർന്നോളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വെൽക്കം മെസ്സേജസ്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ തുടർന്നോളൂ. അല്ലാത്ത ആൾക്കാർക്ക് വിട്ടുപോവാം. രാവിലെ എഴുന്നേറ്റ് വന്ന് 6 മണിക്ക് കൺസിസ്റ്റന്റ് ആയി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തന്നെ പറയാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നിന്ന സംഭവങ്ങളിൽ മാറ്റം വന്ന് തുടങ്ങിയെന്ന്. 21 ദിവസത്തിനുള്ളിൽ അത് നിങ്ങളിൽ പ്രകടമാകും. നിങ്ങൾ ഒരുപാട് ക്ലാസ് ഉണ്ട്. നമ്മുടെ മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടക്കം ഒരുപാട് കോഴ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോഴും നിങ്ങളുടെ ദൂരം എങ്ങനെ നിൽക്കുകയാണ്, ഒരു എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ലക്ഷ്യം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ലോ ഓഫ് അട്രാക്ഷൻ അറിയാം, മാനിഫെസ്റ്റേഷൻ അറിയാം, വിഷ്വലൈസേഷൻ അറിയാം, അഫർമേഷൻ അറിയാം, എല്ലാം നിങ്ങൾക്കറിയാം. ഇപ്പൊ അതൊന്നും അറിയാത്തവർ വളരെ ചുരുക്കമാണ്. എല്ലാം പോസിറ്റീവായിട്ട് സംസാരിക്കണം എന്നറിയാം. ഇപ്പൊ നമ്മളൊക്കെ പോസിറ്റീവ് ടോക്കിന്റെ ആൾക്കാരാണ്, പോസിറ്റീവായി സംസാരിക്കണം എന്നറിയാം. എന്നിട്ടും ജീവിതത്തിൽ ഒരു പരിപൂർണമായൊരു മാറ്റം വരുന്നില്ല. ആ വരാത്തതിന്റെ
കാരണം എന്ന് പറയുന്നത്, ചെറുപ്പം മുതൽ വളരെ ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല രാവിലത്തെ പ്രോഗ്രാം. ചെറുപ്പം മുതൽ നിങ്ങളുടെ ആത്മാവിൽ വീണ കറുത്ത പാടുകളാണ്. ചെറുപ്പം മുതൽ നിങ്ങളുടെ ആത്മാവിൽ വീണ കറുത്ത പാടുകളാണ്. ആ കറുത്ത പാടുകൾ നിങ്ങളുടെ ഹൃദയത്തെ കറുപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എല്ലാ ദിവസവും പിശാചുമായി യുദ്ധത്തിലാണ്, നെഗറ്റീവ് ചിന്തകളുമായി യുദ്ധത്തിലാണ്. നെഗറ്റീവ് ചിന്തകളുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോഴും ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തതിന്റെ കാരണം. ലോകം ഒരുപാട് വികസിച്ചു. ലോകത്തെല്ലാം പഠിക്കാനും ലോകത്തെല്ലാം അറിവ് നേടാനുമുള്ള സൗകര്യം ഇന്ന് ഭൂമിയിലുണ്ട്. ഒരുപാട് അറിവുകൾ നേടാനുള്ള സൗകര്യമുണ്ട്, ഒരുപാട് അറിവുകൾ. എന്നിട്ടും ഈ അറിവ് മാത്രം ആരൊക്കെയോ രഹസ്യമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയൊക്കെയോ രഹസ്യമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആരും റിവീല് ചെയ്യുന്നില്ല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങളൊരു ഈ യാത്രയിൽ തുടർച്ചയായി നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ കഴിഞ്ഞാൽ, ശരിക്കും നിങ്ങൾ എഴുന്നേക്കേണ്ടത് രാവിലെ 3 മണിക്കാണ്. പക്ഷെ എല്ലാവരുടെയും സൗകര്യത്തിനനുസരിച്ച് രാവിലെ 6 മണിക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് വെറും ഒരു 30, 40, 45 മിനിറ്റ് നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 16ലധികം കോച്ചുമാരുടെ ക്ലാസ്സുകൾ രാവിലെ ഇതുപോലെ ഇന്ന് ഹൈദരലി സാർ തന്നേ പോലെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് എൻ്റെ വക ഒരു സോൾ മെഡിറ്റേഷൻ ഉണ്ടാവും. സോൾ മെഡിറ്റേഷൻ നിങ്ങളുടെ ആത്മാവിനെ ക്ലിയർ ചെയ്യുന്ന, നിങ്ങളുടെ ഹൃദയത്തെ തുടച്ച് വൃത്തിയാക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ടാവും. ഇത് തുടർച്ചയായി നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ എന്നൊന്നും അതിനെ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സ്റ്റിൽനെസ്, എന്താണ് ബുദ്ധൻ ചെയ്തത്, എന്താണ് മഹാനായ യേശു ചെയ്തത്, എന്താണ് മഹാനായ മോസസ് ചെയ്തത്, എന്താണ് മഹാനായ മുഹമ്മദ് പ്രവാചകൻ ചെയ്തത്, എന്താണ് ശ്രീകൃഷ്ണൻ ചെയ്തത്, എന്താണ് ശ്രീരാമൻ ചെയ്തത്, എന്താണ് ശിവഭഗവാൻ ചെയ്തത്. ഈ ഭൂമിയിൽ മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ വന്ന മഹാരഥന്മാരെല്ലാം എന്തായിരുന്നു ചെയ്തിരുന്ന സീക്രട്ട്, അത് നിങ്ങളും അറിയുകയാണ്. ഇതാണ് ഇവിടെ ഈ ഒളിപ്പിച്ചു വെച്ച് മനുഷ്യന് വളർച്ചയ്ക്ക് തടസ്സം വരുത്തിയിട്ടുള്ള സംഭവം. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട്, ഒരു സുപ്രഭാതത്തിൽ എനിക്ക് നിങ്ങളിലേക്ക് എടുത്തിട്ട് തരാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഹൈദരലി സാറ് പറഞ്ഞ പോലെ ആവശ്യമുള്ളവൻ ഇവിടെ വന്നോളാം. ആവശ്യമുള്ളവൻ. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. 65 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെ. ഇതിൽ എത്ര പേർക്ക് തുടരാൻ കഴിയും എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. തുടരാൻ കഴിയുന്നവൻ ഭാഗ്യവാനാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിത്തമാണ്. നമ്മളെ നൗഷിത്ത് എപ്പോഴും പറയാറുള്ള റൂമിയുടെ ആയിരക്കണക്കിന് കോട്സുകളുണ്ട്, ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. റൂമി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കോട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ വരും. അത് കുറഞ്ഞ സമയത്തായിട്ടായിരിക്കും, കുറഞ്ഞ സമയങ്ങളിലായിട്ടായിരിക്കും. ചിലപ്പോൾ 1 മാസമോ 2 മാസമോ 3 മാസമോ ഒക്കെ ആയിരിക്കും അയാൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. വേണമെങ്കിൽ കേട്ടോ, വേണമെങ്കിൽ നിന്നോ. വളരെ കുറഞ്ഞ സമയം കിട്ടുള്ളൂ. ആ കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നേടിയെടുത്തോളൂ. ഇനി ഒരു അവസരം ചിലപ്പോ ഉണ്ടായിക്കൊള്ളുന്നില്ല. ജീവിതത്തിൽ ഒരാൾ വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാൾ വരും. നിങ്ങൾ അന്വേഷിച്ച് കിടന്നാൽ പോലും കണ്ടെത്താൻ പറ്റൂല. വർഷങ്ങൾ അലഞ്ഞിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല പലർക്കും. വർഷങ്ങളോളം ഇതിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ചിലര് ജീവിതം വീട് വിട്ട് തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ചിലർ വിവാഹം കഴിച്ചിട്ടില്ല.
അന്വേഷിച്ച് നടക്കുവാണ് എവിടെ നിന്നാണ് ഇത് കിട്ടുക. ഞാനൊരു കഥ പറയാം. ഒരു കഥയല്ല, ഇത് നടന്നൊരു സംഭവമാണ്. ബസ്രയിലെ തെരുവോരങ്ങളിൽ ഒരു ദിവസം രാവിലെ ഒരു സ്ത്രീ, മധ്യവയസ്കയായ ലേശം വയസ്സായി തുടങ്ങിയ ഒരു സ്ത്രീ പട്ടണത്തിന്റെ തെരുവിൽ എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ അധികം സമയമായി തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം ഒരാൾ കണ്ടു, എന്താ തെരയുന്നത് ചോദിച്ചു, കൂടെ തെരയാൻ കൂടി. അങ്ങനെ കുറെ ആളുകൾ കൂടി. ഇവരുടെ എന്തോ നഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ് നഷ്ടപ്പെടുന്നത്? എന്റെ സൂചി നഷ്ടപ്പെട്ടു, എന്റെ ഒരു സൂചിയാണ് നഷ്ടപ്പെട്ടത്. ആ സൂചി തെരയാൻ കൂടുവാണ് ആളുകളെല്ലാം കൂടി. അപ്പൊ കുറെ നേരം തെരഞ്ഞിട്ട് സാധനം കിട്ടുന്നില്ല. ഇവിടെ തന്നെയാണ് ചാടിപ്പോയത്, കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ആരോ ഒരാൾ ചോദിച്ചു, ഈ സൂചി നിങ്ങൾക്ക് എവിടെയാണ് ചാടിപ്പോയത്, എവിടെയാണ് ചാടിപ്പോയത്? എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചില്ല. സ്ത്രീയുടെ അടുത്ത് ചോദിക്കുവാണ്, ഈ സൂചി എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഉടനെ സ്ത്രീ പറയുവാണ്, അതെന്റെ വീട്ടിലാണ് നഷ്ടപ്പെട്ടത്. ശ്രദ്ധിച്ച് കേൾക്കണേ, അതെന്റെ വീട്ടിലാണ് നഷ്ടപ്പെട്ടത്. വീട്ടിൽ നഷ്ടപ്പെട്ട സാധനം, വീട്ടിൽ വെളിച്ചമില്ല, വെളിച്ചം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് തരികയാണ്. ഇവിടെ നല്ല വെളിച്ചമുണ്ടല്ലോ, ഇവിടെ തുറന്ന സ്ഥലമല്ലേ. അപ്പൊ ആരോ ചോദിച്ചു, തള്ള നിങ്ങക്ക് ഭ്രാന്താണോ? വീട്ടിൽ നഷ്ടപ്പെട്ട സൂചിക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും പേരെ എപ്പോഴും തെരഞ്ഞുകൊണ്ടിരുന്നത്? ഉടനെ അവര് ചോദിച്ചു, നിങ്ങളെല്ലാരും ഇത് തന്നെയല്ലേ ചെയ്യണത്? നിങ്ങളെല്ലാരും ഇത് തന്നെയല്ലേ ചെയ്യണത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക്. ആ നഷ്ടപ്പെട്ട സാധനം നിങ്ങൾ എവിടെ പോയി തിരയാണ്? പുറത്തെല്ലായിടത്തും തിരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ളത് പോലെ, ലോകത്തെ സകല മതങ്ങളും പറയുന്നു അത് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ഉള്ളിലാണ്. ആർക്ക് വേണമെങ്കിലും എന്നോട് സംവദിക്കാം. ഞാൻ അവസരം തരുമ്പോൾ ആർക്ക് വേണമെങ്കിലും സംവദിക്കാം, ആർക്ക് വേണമെങ്കിലും. നിങ്ങൾ എത്ര മഹാനായ പണ്ഡിതനെയും കൊണ്ടുവന്നോളൂ, ഏത് മതത്തിലെയും എത്ര വലിയ പണ്ഡിതനെയും നിങ്ങൾ കൊണ്ടുവന്നോളൂ, ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. എന്തുകൊണ്ട് ഇവരിത് പറഞ്ഞു കൊടുക്കുന്നില്ല? പിന്നെയാണ് നമുക്ക് മനസ്സിലായത്, ഇതാരും പറഞ്ഞു കൊടുക്കാറില്ല. ഹോജ പറഞ്ഞതുപോലെ ഇതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇതിനാവശ്യക്കാരൻ വരണം. ഇതിനാവശ്യക്കാരൻ മുന്നോട്ട് വന്നാൽ മാത്രമേ അവന്റെ ഹൃദയം തുറക്കുകയുള്ളൂ. ഹൃദയം തുറന്നാൽ മാത്രമേ ഇത് അകത്തേട്ട് കയറുള്ളൂ. ഇതകത്തേട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അലയേണ്ടി വരില്ല. നിങ്ങൾ ഒരു സ്ഥലത്തും പോകേണ്ടി വരില്ല, ഒരു ക്ലാസ്സും കേൾക്കാൻ പോകേണ്ടി വരില്ല. ക്ലാസ്സുകൾ മാറി 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 കേട്ടു നോക്കുന്നു. ടെൻഷൻ പോകുന്നില്ല, ഡിപ്രഷൻ പോകുന്നില്ല. രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ വിഷമം, ഇടയ്ക്ക് വിഷമം, ഇതൊക്കെ പോവും, എല്ലാം പോവും. ഉദാഹരണത്തിന്, നിങ്ങൾ ജനിച്ചത് ഒരു വാഹനത്തിന്റെ ഉള്ളിലാന്ന് വിചാരിക്കുക. നിങ്ങൾ ജനിച്ചത്, വളരെ ശ്രദ്ധിച്ച് കേട്ടോണോട്ടോ ഓരോ കാര്യങ്ങളും. നിങ്ങൾ ജനിച്ചത് ഒരു കാറിന്റെ ഉള്ളിലാണ്, കാറിന്റെ ഉള്ളില്. നിങ്ങൾ വളർന്നതും ആ കാറിന്റെ ഉള്ളിലാണ്. നിങ്ങൾ വളർന്നതും ആ കാറിന്റെ ഉള്ളിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾ പറയുവാണ്, ഈ കാറാണ് ഞാൻ. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സോൾ, ശരീരമെന്ന കാറിനുള്ളിലാണ് ജനിച്ചിട്ടുള്ളത്. കാർ ഇവിടെ നഷ്ടപ്പെട്ടു പോകും, പക്ഷെ സോൾ അപ്പോഴും നിലനിൽക്കും, ആത്മാവ് അപ്പോഴും നിലനിൽക്കും. നിങ്ങൾ ഈ ആത്മാവിനെ, ഈ സോളിനെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഭൂമിയിലെ ഒരു പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുകയില്ല. ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് പ്രശ്നമാവുകയില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ യുദ്ധത്തിലാണ്. യുദ്ധത്തില് ഈ പറയുന്ന സാത്താൻ, ഇബ്ലീസ്, പിശാജ്, ദുർമന്ത്രം, എന്നൊക്കെയാണോ ഉള്ളത്, അതിനോടൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നിനും സമയമില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നിനും സമയമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ
ഒരു ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് പെട്ടു. വിജനമായ സ്ഥലത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആട്ടിൻകൂട്ടം. ഈ ആട്ടിൻകൂട്ടത്തിൽ ഒരിക്കൽ നിങ്ങൾ ചെന്ന് പെട്ടു. ചെന്നുപെട്ടപ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടം ചെന്നായ്ക്കൾ ആക്രമിക്കാൻ വരികയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആടുകളെയും ആക്രമിക്കും, നിങ്ങളെയും ആക്രമിക്കും. അപ്പൊ നിങ്ങള് ആരുടെ സഹായം തേടണം? ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. നിങ്ങൾ പറഞ്ഞ എല്ലാ ആൻസറും കറക്റ്റ് ആട്ടോ. ഗോഡ്, യൂണിവേഴ്സ്, സെൽഫ് എല്ലാം ഒന്നിലേക്കാണ് പോകുന്നത്. എല്ലാം ഒന്നിലേക്കാണ് പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ആടിന്റെ സ്ഥലത്താണ്. നിങ്ങൾ ആടിന്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അവിടെ വന്നിരിക്കുന്നത് ചെന്നായ്ക്കളാണ്. ഓടാനൊന്നും പറ്റൂല. ഓക്കെ, ചുറ്റും വളഞ്ഞേക്കാണ്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആട്ടിൻപറ്റത്തെ മേയ്ക്കുന്ന ആട്ടിടയന്റെ സഹായം തേടണം. ആ ആട്ടിടയനാണ് യൂണിവേഴ്സ്, പ്രപഞ്ചം, ഗോഡ് എല്ലാം. അറ്റ് ലാസ്റ്റ് ആ ഗോഡിന്റെ, ആ യൂണിവേഴ്സിന്റെ, ആ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ സോൾ. അത്ര പവർഫുൾ ആണ്. അത്ര പവർഫുൾ ആണ്. ആ സോളിനെ സഹായം നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ, ആ സോൾ ആത്മാവ് യൂണിവേഴ്സുമായി കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാം. ഇടയന് അറിയാം ഈ ചെന്നായ്ക്കളെ എങ്ങനെയാണ് തുരുത്തേണ്ടത്. അതിനുള്ള ആയുധങ്ങൾ നമ്മളൊന്നും ചെയ്യേണ്ട, വെറുതെ നിന്ന് കൊടുത്താൽ മതി. ആട്ടിടയൻ ഉടനെ, അവൻ ഡെയിലി കാണുന്നതാണ് ഇതെല്ലാം, ഈ അക്രമങ്ങളെയും ഈ പരീക്ഷണങ്ങളെയും എല്ലാം. അതിലേട്ടുള്ള ഒരു വഴികാട്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു. വർഷങ്ങൾ തേടി നടന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല. നിങ്ങൾ എവിടെ പോയാലും ഇത് കിട്ടില്ല. നിങ്ങളെ അന്വേഷിച്ച് വരണം. ഇത് ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. രക്ഷപ്പെടാതെ നോക്കിയോ. വെറുതെ ചാടിപ്പോവാനും വേറെ ഇനി കൺസിസ്റ്റന്റ് ആയി നിൽക്കാതിരിക്കാനും ഒന്നും നോക്കണ്ട. റെഗുലർ ആയിട്ട് ഇഷ്ടമുള്ളവർ നിന്നാൽ മതി. 10 പേരുള്ളെങ്കിലും നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ഒരു 40-41 ദിവസത്തിനകം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് പറയും. നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണെന്ന് പറയും ഞാൻ. ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. ഇന്ന് വന്ന ആളുകൾ എല്ലാ ദിവസവും ഇതെന്താണെന്ന് കുറേശ്ശെ റിവീൽ ചെയ്യും. കാരണം ഇത് ഒറ്റയടിക്ക് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയൂല. സോ നാളെ വീണ്ടും രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇപ്പൊ നമ്മുടെ മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. മെഡിറ്റേഷൻ എന്നതിനെ പറയാൻ കഴിയില്ല ശരിക്കും. ഞാൻ എന്തോ ആദ്യം പറഞ്ഞിരുന്ന സോൾ പ്യൂരിഫയർ എന്നൊക്കെ പറയാൻ വേണ്ടി, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളും ഈ ഈശ്വരൻ, അള്ളാഹു, യഹോവ, എലോഹിം എല്ലാം ഒരേ വാക്കുകളിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓം, ആമേൻ, ആമീൻ കണ്ടോ? മനുഷ്യ ആരംഭകാലം മുതൽ ഇത് ഒരൊറ്റ വാക്കുകളിൽ നിന്നാണ് വരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക്. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സ് എന്നാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഈ ആൾക്കാരൊക്കെ മോട്ടിവേഷനും ഇതൊക്കെ തുടങ്ങിയതിന് ശേഷം യൂണിവേഴ്സ്, പ്രപഞ്ചം എന്നൊക്കെയാണ് പറയുന്നത്. ബ്രഹ്മം, ഈശ്വരൻ, അള്ളാഹു. മതങ്ങളെല്ലാം ഡിസിപ്ലിൻ ആണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇത് പഠിപ്പിക്കുന്നില്ല. ഈ യഥാർത്ഥ സ്പിരിച്വാലിറ്റി,
പലരും പല രീതിയിൽ, ചില ആളുകൾ വരുന്നു, ചില കരിസ്മ കാണിക്കുന്നു. നമ്മൾ സയന്റിഫിക്കലി ഇത് എന്താണെന്ന് പഠിക്കുകയാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റഡി നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് വർഷങ്ങൾ തേടി അലഞ്ഞതിന്റെ ഫലമായി വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു ഗുരുനാഥന്റെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു വിവരം, അതാണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത്. എന്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം ആ ഒരു ചേഞ്ചാണ്. ഇത് നിങ്ങളുടെ എല്ലാവർക്കും ഇത് നേടാൻ പറ്റും. ഞാനൊരു സാധാരണക്കാരനായിരുന്നു. ഈ അറിവുകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇത് അതുപോലെ കിട്ടിയതാണ്. നിങ്ങൾക്ക് നേടാൻ പറ്റും. ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ മതി. ഞാനൊരു വിശുദ്ധനോ ദൈവോ ഒന്നുമല്ല. സാറ് ദൈവമാണെന്നൊന്നും ഒരിക്കലും പറയരുത്. ഞാനിത് മുൻകൂട്ടി പറയാൻ കാരണം, ഇങ്ങനത്തെ പല ക്ലാസ്സുകളിലും ആളുകൾ ലാസ്റ്റ് പറയും സാറ് ദൈവമാണ്. ഒരിക്കലും ചതിച്ചു കളയരുത്. നമ്മൾ സാധാരണ മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി വന്നവനാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി വന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തെ ഒരുപക്ഷെ മാറ്റിമറിക്കുന്നതാണിത്. നിങ്ങളുടെ ജീവിതത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജീവിതത്തെ അല്ല കേട്ടോ, നിങ്ങളുടെ അനന്തമായ ജീവിതത്തെ ഒരുപക്ഷെ മാറ്റിമറിക്കുന്നതാണ്. ഏത്? ഈ സെക്കൻഡിലുള്ള ജീവിതത്തെ അല്ല. ഈ സെക്കൻഡിലുള്ള ജീവിതം കഴിഞ്ഞു. ഇതൊരു യാത്ര മാത്രമാണ്. അനന്തമായ ഒരു ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വിശ്വാസമാണ്. നിങ്ങൾ ഏത് മതത്തിൽ നിന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല. മതമൊന്നും അല്ല ദൈവം നോക്കുന്നത്, ഈശ്വരൻ നോക്കുന്നത്, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ പോകുന്നത്. കേട്ടിട്ടില്ല നിങ്ങള് ഒരുപാട് പ്യൂരിഫിക്കേഷൻ കഥകള്? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് സമയമില്ല. ഈ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഹൃദയം എടുത്ത് കഴുകി വെച്ചൊരു കഥയുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആ, ദിവ്യത്വം എന്ന് പറയാൻ വേണ്ടി നമുക്ക് ദിവ്യത്വം. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇന്ന് നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിന്റെ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ പ്രപഞ്ചത്തിന് മുന്നിൽ, ഈശ്വരന് മുന്നിൽ, ദൈവത്തിന് മുന്നിൽ, അള്ളാഹുവിന് മുമ്പിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ അടിയറവ് പറയുന്നു. അടിയറവ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിങ്ങളുടെ ദേഹത്തുണ്ടായി വന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ എന്ന ഭാവം, ഞാൻ ആരാണ്, ഞാൻ എന്തോ ആണ്, എല്ലാമാണ് നമ്മൾ. പക്ഷെ അതോടൊപ്പം ഈ ഭൂമിയിൽ നിന്നുണ്ടായി വന്ന അഹങ്കാരമുണ്ട്. നമ്മളിവിടെ ജനിച്ചതിന് ശേഷം ഉണ്ടായി വന്ന അഹങ്കാരം, അതിനേക്കാളൊക്കെ അപ്പുറത്താണ് നമ്മള്. പക്ഷെ നമ്മൾ ആ ചെറിയ അഹങ്കാരത്തിൽ അഹങ്കരിക്കുകയാണ്. മറ്റുള്ളവരോടുള്ള ദേഷ്യം, അസൂയ, ഇതെല്ലാം കുറച്ചൊരു 10 മിനിറ്റ് നേരത്തെ നിങ്ങൾ വിടുക. എല്ലാം ഭൂമിയിൽ നിങ്ങൾ വന്നത് എങ്ങനെയാണോ ആ സമയത്ത് ദിവ്യമായ ഒരു പവർ നിങ്ങൾക്കുണ്ടായിരുന്നു, എല്ലാ മനുഷ്യർക്കും. ആ നിമിഷത്തിലേക്ക് നിങ്ങൾ ഒരു കുറച്ചു നേരം പോവുക. ഇത് ആദ്യത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വരും ദിവസങ്ങളിൽ നിങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ദാറ്റ് ഈസ് മിറാക്കിൾസ്. നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് നിങ്ങളുടെ സോളും നിങ്ങളുടെ ആത്മാവും ഈ പ്രപഞ്ചവുമായി കണക്ട് ആകുന്നത്. എങ്ങനെയാണ് ആ മഹാശക്തിയുമായി നിങ്ങളുടെ സോൾ കണക്ട് ആകുന്നത്. ഇത്രയും നാളും നമസ്കരിച്ചിട്ടും, ഇത്രയും നാളും പള്ളിയിൽ പോയിട്ടും, ഞാൻ അതൊന്നും നിർത്തണം എന്നല്ല കേട്ടോ പറഞ്ഞത്. ഇത്രയും നാളും അമ്പലങ്ങളിൽ പോയിട്ടും, ഇത്രയും നാളും നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ടും നിങ്ങൾ തേടി നടന്ന ആ സാധനം നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, എത്രയോ നമസ്കാരങ്ങൾ നിങ്ങൾ നമസ്കരിച്ചു, എത്രയോ പള്ളികളിൽ പോയി, എത്രയോ അമ്പലങ്ങളിൽ പോയി, നിങ്ങൾ ചോദിച്ചു, എല്ലാം ചോദിച്ചു. ഞാൻ അതിനൊന്നിനും തള്ളി പറയുന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് അവിടെ ഒക്കെ പോവാം, നിങ്ങൾ അത് അതൊന്നും മാറ്റണം എന്നല്ല പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത് അതായിരുന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? നിങ്ങൾ പ്രതീക്ഷിച്ചതെല്ലാം കിട്ടണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? നിങ്ങളുടെ ഉള്ളിലെ തേട്ടത്തിനുള്ള ഉത്തരമല്ലായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും
മസ്ജിദിലൊക്കെ പോയി നിങ്ങൾ ചോദിച്ചത്, എന്റെ വിഷമങ്ങൾ മാറ്റണേ, എന്റെ സങ്കടങ്ങൾ മാറ്റണേ, എനിക്ക് പൈസ തന്നെ, എന്റെ മക്കൾക്ക് പൈസ ഓർണേ, എന്റെ മക്കൾക്ക് ജോലി കൊടുക്കണേ, എനിക്ക് എന്റെ മക്കളെ നന്നായിട്ട് ഇതൊക്കെയല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇത് മാത്രം തരാനാണോ ദൈവം ഇരിക്കുന്നത്? നിങ്ങൾ ആ ദൈവത്തിലായിട്ട് ഒരിക്കലെങ്കിലും കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ. ഇന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക, ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്. ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. എല്ലാം വിടുക, എല്ലാം കംപ്ലീറ്റ്ലി അടിയറവ് പറയുക, കംപ്ലീറ്റ്ലി അടിയറവ് പറയാ. ആരുടെ മുമ്പിൽ? നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തിക്ക് മുന്നിൽ, ബ്രഹ്മത്തിനു മുന്നിൽ, അള്ളാഹുവിന് മുന്നിൽ, യഹോവയ്ക്ക് മുന്നിൽ, ഏറ്റവും സുപ്രീം പവർ എന്ന് പറയുന്ന ആ ഈശ്വരന് മുന്നിൽ എല്ലാ ചിന്തകളും വിട്ടൊഴിഞ്ഞ് ഒരു 5 നിമിഷം നിങ്ങൾ ഇരിക്കുക ഇന്ന്.